ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റത്തിന് കേസെടുത്തതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. എന്നാൽ അതേക്കുറിച്ച് മറ്റൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റേത് വംശഹത്യയാണ് എന്നാരോപിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഔദ്യോഗികമായി അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. UN കൗൺസിലിൻ്റെ 6 അവയവങ്ങളിൽ ഒന്നാണ് ICJ എന്ന് പറയപ്പെടുന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അതിൻ്റെ അഥവാ UN-ൻ്റെ 5 സ്ഥാപനങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയപ്പെടുന്ന USA-യുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ അകത്താണ് ആസ്ഥാനമെങ്കിൽ പുറത്ത് നിലകൊള്ളുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഈ കോടതി. ഈ കോടതിയിൽ 1948 വംശഹത്യ കൺവെൻഷനിലെ കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൗത്ത് ആഫ്രിക്ക ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, അവരുടെ ദുരവസ്ഥയിൽ ദക്ഷിണാഫ്രിക്ക വളരെയധികം ആശങ്കാകുലരാണ്. മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും തുടർച്ചയായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗസയിൽ നടക്കുന്നത് കൂട്ടക്കൊലയാണ്. വംശഹത്യ അല്ലെങ്കിൽ അനുബന്ധ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ഇതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ ഫലസ്തീൻ ദേശീയ വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നും 84 പേജ് വരുന്ന ഹർജിയിൽ പ്രതിപാദിക്കുന്നു. ഹർജി അടുത്ത ആഴ്ച തന്നെ പരിഗണിക്കണമെന്നും ഗസയിൽ എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കാനും വംശഹത്യ തടയാനും ഇസ്രായേലിന് നിർദ്ദേശം നൽകണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തീരുമാനത്തെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തപ്പോൾ ഫലസ്തീൻ ജനതയുടെ നിലനിൽപ്പ് ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ മുമ്പ് എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. കൂടുതൽ അപകടങ്ങളിൽ നിന്ന് ഫലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ICJ തയ്യാറാവണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതെന്നാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ അവകാശവാദം കോടതിയെ ചൂഷണം ചെയ്യുന്നതാണെന്ന് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയോ നായാത്ത് പറഞ്ഞു. അതിനിടെ ഫലസ്തീനിലേക്ക് സഹായമെത്തിക്കുന്ന സംഘത്തിനു നേരെ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ UN 7 മേധാവി മാർട്ടിൻ
ഗ്രിഫ്തിസ് രൂക്ഷമായ വിമർശനം നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെതിരെ രംഗത്ത് പലരും വന്നു തുടങ്ങിയ ഒരു സാഹചര്യമാണിത്. ഫ്രാൻസ് ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ, അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി രംഗത്തുനിന്ന് പിന്മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നിർബന്ധ ബുദ്ധിയാണ് ഇസ്രായേലിനെ കൊണ്ട് ഇത്രയും ക്രൂരത ചെയ്യിക്കുന്നത് എന്നതാണ് വസ്തുത. അമേരിക്ക ഇസ്രായേലിനെ പോലെ തന്നെ ലോകത്ത് ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ പോലും പലരും ഈ വിഷയത്തിൽ അമേരിക്കയെ പിന്തുണക്കുന്നില്ല. അമേരിക്കയുടെ കൂടെ അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ടായിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പലതും ഇപ്പോൾ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അമേരിക്കയുടെ വിശ്വാസവഞ്ചന ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഏകദേശം മനസ്സിലായിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊപ്പം അമേരിക്കയുടെ അന്തസ്സ് കൂടിയാണ് ലോകത്ത് ഇടിഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഹേഗ് ആസ്ഥാനമായി അമേരിക്കയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി കാത്തിരിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.